എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പരിവാഹൻ വെബ്സൈറ്റിൽ നിന്നും ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ്. സ്മാർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസും RCയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഡ്രൈവിംഗ് ലൈസൻസ് തപാലിൽ ലഭിക്കുവാൻ താമസം നേരിടുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്ത് ലൈസൻസ് ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കും. ഇതുപോലെ തന്നെ RC ഡീറ്റെയിൽസും അറിയുവാൻ സാധിക്കും. ഇതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുത്തിരിക്കാം. ഗൂഗിളിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ സൈറ്റിൽ പ്രവേശിക്കുവാനുള്ള ലിങ്ക് ലഭിക്കും. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ ഓൺലൈൻ സർവീസസിന് തൊട്ട് താഴെയായി ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയതിന് ശേഷം സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. ഇത് ക്ലോസ് ചെയ്യാവുന്നതാണ്. മൊബൈൽ വഴി ചെയ്യുന്നവർ ആദ്യം വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ പ്രസ് ചെയ്താൽ താഴെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് കാണാം. അതിനുശേഷം നമ്മൾ സ്റ്റേറ്റ് കേരള തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം വീണ്ടും മുകളിൽ ലൈസൻസ് മെനു എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെ അതേഴ്സ് എന്നുള്ള ലിങ്ക് വരും. ആ അതേഴ്സിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ ആദ്യം കാണുന്ന ലിങ്കിൽ പ്രസ് ചെയ്താണ് മുന്നോട്ട് പോയി ഇത് ചെയ്യേണ്ടുന്നത്. വെബ്സൈറ്റിലേക്ക് വന്നാലും മുകളിൽ വലത് സൈഡിലായി അതേഴ്സ് ഉണ്ട്. അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ തൊട്ട് താഴെയായി സെർച്ച് റിലേറ്റഡ് ആപ്ലിക്കേഷൻസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന് കാണാം. അവിടെ 3-4 ലിങ്കുകൾ നമുക്ക് കാണാം. ആദ്യത്തേത് ആപ്ലിക്കേഷൻ നമ്പറാണ്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ, റിന്യൂവൽ ഉൾപ്പെടെയുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കാം. ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിച്ചവർക്ക് LL നമ്പർ അത് കൊടുക്കാം. DL നമ്പർ എന്ന് വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറാണ്. തൊട്ട് താഴെ CL നമ്പർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ലൈസൻസ് നമ്പറുമാണ്. ഞാനിവിടെ DL നമ്പറിൻ്റെ നേർക്ക് DL നമ്പർ തിരഞ്ഞെടുത്തതിന് ശേഷം ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസിന് 15 ഡിജിറ്റ് ഉണ്ടാകണം. 15 ഡിജിറ്റ് ഇല്ലാത്തവർക്ക് ആദ്യം കേരളത്തിൻ്റെ കോഡായ KL കൊടുക്കുക. അതിനുശേഷം RTO കോഡ് കൊടുക്കുക. പുതിയ വാഹനങ്ങളുടെയൊക്കെ നമ്പറിൻ്റെ ആദ്യം ആ കോഡായിരിക്കും 75 24 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് കൊടുക്കുക. അതിനുശേഷം ആ ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ഡേറ്റ് എന്നാണോ ഇഷ്യൂ ചെയ്ത ആ വർഷം കൊടുക്കുക. അതിനുശേഷം 15 ഡിജിറ്റ് ആകാൻ എത്ര 0 വേണോ അത്രയും 0കൾ അവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒടുവിൽ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മൊത്തത്തിൽ 15 ഡിജിറ്റ് വേണം. അതിനുശേഷം തൊട്ട് വലത് സൈഡിൽ അപേക്ഷകൻ്റെ അല്ലെങ്കിൽ ലൈസൻസ് ഉടമയുടെ ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കേണ്ടുന്നത്. ഹൈഫൻ ഇട്ടാണ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കേണ്ടുന്നത്. ജനുവരി 1 ജനിച്ചതെന്നുണ്ടെങ്കിൽ 01-01 എന്ന് തന്നെ കൊടുക്കണം. അങ്ങനെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡുകളുണ്ട്. അതെന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ കാണിച്ചിരിക്കുന്ന കോഡുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ റൗണ്ട് ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരുന്നതായിരിക്കും. ഞാനിവിടെ സബ്മിറ്റ് കൊടുക്കുകയാണ്. തുടർന്ന് നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കും. ഇവിടെ നമുക്ക് ഫോട്ടോ ആൻഡ് സൈനിൽ പ്രസ് ചെയ്താൽ ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ കാണാൻ സാധിക്കും. കൂടാതെ അവിടെ ആപ്ലിക്കേഷൻ നമ്പറിൽ പ്രസ് ചെയ്താൽ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അറിയുവാൻ സാധിക്കും. നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്ന് എഴുതിയതിന് ശേഷം അവിടെ നമ്പർ കൊടുത്തിരിക്കുന്നത് കാണാം. ആ നമ്പറിൽ നീല നിറത്തിലുള്ള നമ്പറിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ ലഭിക്കും. ഫോട്ടോയും സിഗ്നേച്ചറും അതേപോലെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് വരെയാണ് വാലിഡ് ആയിട്ടുള്ളത്. അതുപോലെ COV ക്ലാസ് ഓഫ് വെഹിക്കിൾ ഏതൊക്കെ തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. തൊട്ട് താഴെയായി പ്രിൻ്റ് ഓപ്ഷൻ ഉണ്ട്. ആ പ്രിൻ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കുവാനും സാധിക്കുന്നതാണ്. തപാലിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുവാൻ കാലതാമസം നേരിടുന്നവർക്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് അറിയുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പ്രിൻ്റ് ഉപയോഗിച്ച് നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഘട്ടത്തിലോ അതേപോലെ തന്നെ സ്മാർട്ട് ലൈസൻസിന് അപേക്ഷിക്കുന്ന ഘട്ടത്തിലോ ഇത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല. അതിനൊക്കെ നമുക്ക് ലൈസൻസ് ഇല്ലാത്തവർ ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസിനാണ് അപേക്ഷിക്കേണ്ടുന്നത്. അല്ലാത്തവർ ഒറിജിനൽ ലൈസൻസ് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്താണ് ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവീസുകൾ, ഓൺലൈൻ സർവീസുകളൊക്കെ ചെയ്യേണ്ടുന്നത്. ഇതുപോലെ തന്നെ RC ഡീറ്റെയിൽസും നമുക്ക് എടുക്കാൻ സാധിക്കും. അതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിൽ എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.